Good afternoon. A big welcome to Miriyoram. Miriyorathilekku എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇന്ന് മിഴിയോരത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ആഭരണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആഭരണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഏത് ടൈപ്പിലുള്ള അല്ലേ? ഇവിടെ മിഴിയോരത്തിൽ തന്നെ ഞങ്ങൾ പല രീതിയിലുള്ള ആഭരണങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഫോർ എക്സാമ്പിൾ പേപ്പർ ക്വില്ലിംഗ്, പേപ്പർ കൊണ്ട് എങ്ങനെ ആഭരണം ഉണ്ടാക്കാം, അതുപോലെ ക്രോഷയും കൊണ്ട് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബീഡഡ് ജ്വല്ലറി വരെ ഞങ്ങൾ കാണിച്ചു. പക്ഷേ ഇന്ന് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ടെറാക്കോട്ട കൊണ്ട് എങ്ങനെ ആഭരണം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി എന്നോടൊപ്പം ഇവിടെ എൻ്റെ അതിഥി എത്തിയിട്ടുണ്ട്. അഞ്ജലി വിനീതാണ് ഇന്ന് ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. നമസ്കാരം അഞ്ജലി. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നിപ്പോൾ ടെറാക്കോട്ട ജ്വല്ലറി ആണല്ലോ. അപ്പോൾ ഈ ടെറാക്കോട്ട എന്തുവാണെന്ന് പറയാം ആദ്യം തന്നെ. ടെറാക്കോട്ട ആക്ച്വലി ക്ലേ ആണ്. നമ്മൾ സാധാരണ നമ്മൾ മൺചട്ടി മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ക്ലേ ആണ്. പ്യൂരിഫൈഡ് ക്ലേ ആണ്. കാരണം കുറേ ക്ലേയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കുറച്ച് പ്യൂരിഫൈഡ്. ഇതിന്റെ ശരിക്കുള്ള പേര് ടെറാക്കോട്ട എന്നുള്ള പേര് വന്നത് ഇറ്റാലിയൻ നെയിമാണ്. ഇത് നമ്മുടെ ഇംഗ്ലീഷിൽ ബേക്ക്ഡ് എർത്ത് എന്നാണ് ഇതിന് പറയുന്നത്. അതെ, അതാണ് ഈ ടെറാക്കോട്ട. അതെ അതെ അതെ. അതുകൊണ്ടാണ് നമ്മൾ ടെറാക്കോട്ട ക്ലേ എന്ന് പറഞ്ഞ ഏത് ക്ലേയും കൊണ്ട് നമുക്ക് എടുത്ത ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ടെറാക്കോട്ട എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം കൊണ്ട് മാത്രമേ നമുക്ക് നമുക്ക് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഏതൊക്കെ തരത്തിലുണ്ട് ഈ ക്ലേ? ഏതൊക്കെ തരത്തിലാണ് അവൈലബിൾ? ടെറാക്കോട്ട ക്ലേ ആക്ച്വലി ഇപ്പം 2 ടൈപ്പ് അവൈലബിൾ ആണ്. ഒന്ന് ബേക്ക്ഡ് ക്ലേയും ഒന്ന് ബേക്ക് ചെയ്യേണ്ടാത്ത ക്ലേയും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ദുബായിൽ കൂടുതലും നമ്മൾ എയർ ഡ്രൈ ക്ലേക്കാണ് പ്രവൻസ്. കാരണം നമ്മളിപ്പം താമസിക്കുന്നത് ഫ്ലാറ്റ്സിലാണ്. നമുക്കിങ്ങനെ നാട്ടിലെ പോലെ പറമ്പുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോയി പറമ്പിൽ പോയി കല്ലൊക്കെ അടുക്കി വെച്ച് നമുക്കത് ബേക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കൂടുതലും എയർ ഡ്രൈ ക്ലേക്കാണ് പോകുന്നത്. ഇവിടെ എല്ലാവരും ഞാൻ കൂടുതലും ചെയ്യുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. പിന്നെ കസ്റ്റമേഴ്സ് നമുക്ക് ഡിമാൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളൂ. അത് നാട്ടിൽ പോയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ബേക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ബേക്ക് ഇവിടെ ഞാൻ ചെയ്യാറില്ല. കാരണം നമ്മൾ റിസ്ക് എടുക്കരുത്. എനിക്ക് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, റിസ്ക് ഒരിക്കലും ഇതിലെടുക്കരുത്. കാരണം ഹൈ റിസ്ക് ആണ് ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ. പലരും ഞാൻ കേട്ടിട്ടുണ്ട് മൈക്രോവേവിനകത്ത് വെച്ച് ബേക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. കാരണം മൈക്രോവേവ് തന്നെ കത്തിപ്പോയ ഒത്തിരി ഇൻസ്റ്റൻസസ് നാട്ടിലുണ്ടായിട്ടുണ്ട്. അത് കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ വളരുന്ന കാരണം ജീവിക്കുന്ന കാരണം അത് ഒത്തിരി അപകടങ്ങളുണ്ടാവും, ഡേഞ്ചറസ് ആണ്. ഒരിക്കലും അതിന് പോകരുത്. എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്യുക. അതിന് ടെറാക്കോട്ട നമ്മൾ ഒറിജിനൽ ക്ലേ ബേക്ക് ചെയ്യുന്ന ക്ലേയെക്കാട്ടിലും പെർഫെക്ഷനും ഉണ്ടാവും, ലൈറ്റ് വെയിറ്റും ആയിരിക്കും കുറേ. അപ്പോൾ എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്യുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം ടെറാക്കോട്ട ഓർണമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു തുടങ്ങാവുന്നതാണ്. അഞ്ജലി ഇവിടെ നമ്മളോടൊപ്പം നെക്സ്റ്റ് 1 hour കാണുന്നതായിരിക്കും. അപ്പോൾ അഞ്ജലി, ക്ലേയെ കുറിച്ച് പറഞ്ഞു. വേറെ ഏതെങ്കിലും ബേക്ക്ഡ് ക്ലേ അല്ലാണ്ട് എയർ ടൈറ്റ് ക്ലേ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ക്ലേ അവൈലബിൾ ആണോ? ഇപ്പം ക്ലേ ജ്വല്ലറിയിൽ ഇപ്പോൾ പൊതുവേ ഉള്ള ട്രെൻഡിൽ ഒന്ന് വരുന്നതാണ്. ഒന്ന് ടെറാക്കോട്ട ജ്വല്ലറി, 2 പോളിമർ ക്ലേ ഇതിനുണ്ട് വരുന്നുണ്ട്. ടെറാക്കോട്ടയും പോളിമറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിമർ ഓൾറെഡി അവൈലബിൾ കളേഴ്സ്, ഇപ്പോൾ പിങ്ക് ക്ലേ, ഗ്രീൻ ക്ലേ, വൈറ്റ് ക്ലേ ഒക്കെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ്. പക്ഷെ ടെറാക്കോട്ട മണ്ണിൻ്റെ കളർ നമ്മളത് മോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് അനുസരിച്ച് ചെയ്യാം. പിന്നെ ടെറാക്കോട്ട ആസ് കമ്പയർഡ് വിത്ത് പോളിമർ ചീപ്പാണ്, കുറച്ചും കൂടെ മേടിക്കുന്നത് ക്ലിയർ ചീപ്പാണ്. പിന്നെ പോളിമറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നല്ലൊരു നമുക്കൊരു ഡ്രസ്സിൻ്റെ കളർ, ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കളർ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യണം. വൈറ്റും റോസും കൂടെ എടുത്ത് പോളിമർ മിക്സ് ചെയ്യണം. അതിനൊക്കെ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്യണം. 2 ക്ലേ എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ കളറാക്കാൻ നല്ലോണം അതിനകത്ത് വർക്ക് ചെയ്യാനുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു പക്ഷെ പോളിമറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെറാക്കോട്ട കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ പക്ഷെ പോളിമറിൻ്റെ ഒരു പ്രശ്നം ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത്, ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങാനും ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ചെറുതായിട്ടൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് പോളിമറിൻ്റെ ക്ലേ. പക്ഷെ അത് സൂക്ഷിക്കുന്ന അനുസരിച്ചിരിക്കും, നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ചിരിക്കും എല്ലാ ആഭരണങ്ങളുടേത്. പക്ഷെ ടെറാക്കോട്ടയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടുന്നൊരു സാഹചര്യം വളരെ കുറച്ചേ വരാറുള്ളൂ. കാരണം നമ്മൾ ഇതിൻ്റെ ബീഡ്സ് എല്ലാം കമ്പി കുത്തി അകത്തേക്ക് കയറ്റി വെക്കുന്നതാണ്. പോളിമറിൽ അങ്ങനെ കയറ്റി വെക്കാൻ പറ്റില്ല, നമ്മൾ ഒട്ടിച്ച് വെക്കാനേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ വീണ തന്നെ തിരിച്ചൊട്ടിച്ച് വെക്കാൻ പോളിമറിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ബീഡ് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബീഡ് പൊട്ടിപ്പോയാൽ വേറെ ഇതാ ചെയ്ത് നമ്മൾ ഒട്ടിച്ച് വെക്കണം. അതാണ്. അപ്പോൾ അഞ്ജലി കൂടുതലായിട്ട് ഏത് ഒരു ക്ലേ ഉപയോഗിച്ചാണ്? ഞാൻ ടെറാക്കോട്ട മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എയർ ഡ്രൈ ക്ലേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേ കസ്റ്റമേഴ്സ് ഇപ്പം ഞാൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബേക്ക്ഡ് തന്നെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ പോയി അവർക്ക് ഇപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബേക്ക്ഡിൻ്റെ കുറച്ച് ഇതെടുത്ത് കസ്റ്റമൈസ് ചെയ്യുന്ന ഓർഡർ എടുത്തിട്ട് നമ്മൾ നാട്ടിൽ അതിന് വേണ്ടി പോയി. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള എക്സ്പെൻസും കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഇവിടെ വെച്ച് അങ്ങനെ ഒരു ഓപ്ഷൻ പറ്റാത്ത കാരണം
നാട്ടിലേക്ക് പോയി ചെയ്തോണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആദ്യം എന്റെ അടുത്ത് നിന്ന് ബേക്ക്ഡ് മേടിച്ചവരെ ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എയർ ഡ്രൈ ആണ് മേടിക്കും. കാരണം അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം കമ്മലൊക്കെ ജിമിക്കൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ സൂക്ഷിക്കുക, അത് മാത്രമേ ഉള്ളൂ. ക്ലേ ജ്വല്ലറിയെ സംബന്ധിച്ചും നമ്മൾ കിച്ചണിലാണെങ്കിൽ തന്നെ ചട്ടി എടുക്കുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിച്ചാണ് എടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഹാൻഡിൽ ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ടെറാക്കോട്ടയുടേത്. പിന്നെ വേറെ ഒരു ആഭരണങ്ങളുടെ കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിത് പെയിന്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് പോളിമറും ടെറാക്കോട്ട നമ്മൾ വേറൊരു വ്യത്യാസമാണ്. പോളിമറിൽ ഒന്ന് ഒരു ഉരഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വരില്ല, കാരണം അത് ആ ക്ലേയുടെ കളർ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ പെയിന്റ് ചെയ്യുന്ന കാരണം സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. വേറെ ഓർണമെന്റ്സിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും, കാരണം ആ ഓർണമെന്റ്സ് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ബീനറ്റ് ജ്വല്ലറിയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ അത് ഒന്ന് എടുക്കുമ്പോഴത്തേക്കും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പോവും. പക്ഷെ ഞാനിവിടെ എല്ലാ കസ്റ്റമേഴ്സിനും പറയാം, ഇൻ കേസ് ഇപ്പൊ കുറച്ച് ഉരഞ്ഞാൽ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് അത് നോർമലായിട്ട് ചെയ്ത് കൊടുക്കും എല്ലാവർക്കും. നമ്മളത് ലൈഫ് ലോങ് എത്ര പ്രശ്നം വന്നാലും നമ്മളത് ബ്രേക്കേജിന് മാത്രം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം റെസ്പോൺസിബിലിറ്റി എടുക്കില്ല. എസ്പെഷ്യലി ലോക്കറ്റ് ബീഡ്സിനൊന്നും ഒരു കുഴപ്പവും വരില്ല. ലോക്കറ്റ് എങ്ങാനും പെട്ടെന്ന് താഴെ വീഴുന്ന വേഗം എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് മാത്രം നമ്മളൊന്നും ചെയ്യില്ല. ബട്ട് മറ്റേ എല്ലാത്തിനും ഇപ്പൊ കമ്മലിനാണെങ്കിൽ തന്നെ ചെറിയൊരു ഡാമേജ് വന്നാലും നമ്മളെല്ലാം കോസ്റ്റ് ഇല്ലാതെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആൾക്കാർ അത് കാരണമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ശരി. അതുപോലെ അഞ്ജലി, എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ക്ലേ ആണ്. ടെറാക്കോട്ട എയർ ഡ്രൈ ക്ലേ. ഇപ്പൊ എന്നോട് ഇതാണ് നമ്മുടെ ക്ലേ, ഇതാണ് ഉപയോഗിക്കുന്ന ടെറാക്കോട്ട ക്ലേ. ഇതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാക്സിമം ഇങ്ങനെ കിട്ടുന്ന ഉടനെ നമ്മൾ ഇതും കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പോകരുത്. നമ്മളിത് മാക്സിമം ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരിത്തിരി പോർഷൻ അടക്കരുത്, ബാക്കി ഉടനെ തന്നെ ഈ കവറിനകത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ആ എയർ കയറി കഴിഞ്ഞ് ഇത് ഡ്രൈ ആവുന്ന ഐറ്റാണ് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇത് ഇനി നമ്മൾ നല്ല പോലെ പ്രസ് ചെയ്ത് സോഫ്റ്റ് ആക്കുക. നല്ലപോലെ പ്രസ് ആക്കുക. നമ്മൾ ചപ്പാത്തി മാവ് കുറയ്ക്കുന്ന അതെ അതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ചെയ്തിട്ട് നമ്മളിതിനി ഉരുട്ടുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഉരുട്ടി ഇത് കണ്ടോ, നല്ല ഷേപ്പായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡിയാണ് ഇനി ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് തന്നെ പുരട്ടുന്നത് നമ്മുടെ കോലിൻ്റെ ചെറിയ മിനി വെർഷൻ. അത് നമുക്ക് വലിയ വെർഷനും എടുക്കാം, എങ്ങനെ വേണമല്ലോ എടുക്കാം, കുഴപ്പമില്ല. ഇനി അത് പരത്തി നമ്മൾ നന്നായിട്ട് ഈ ഒരു കോല് വെച്ചിട്ടാണോ പരത്തുന്നത് അതോ വേറെ? ഇല്ല, നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന ഇത് നോർമലി സാധാരണ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഗ്രാനൈറ്റ് ആണ്. ഐ മീൻ ഗ്രാനൈറ്റ് ബേസ് ആണ്. ഇതിപ്പോൾ എനിക്ക് ഗ്രാനൈറ്റ് എടുത്ത് വെയിറ്റ് ഉള്ളത് കാരണം ഞാൻ ചപ്പാത്തിയുടെ ഇത് കൊണ്ടുവന്നേ ഉള്ളൂ. അതിൻ്റെ ഇത് തന്നെ വെച്ച് നമുക്കിതൊന്ന് പരത്തിയാൽ മാത്രം മതി. അതിന് എന്തൊക്കെ പറ്റുമോ നമുക്കത്. അപ്പം അത് പിടിക്കുക, അല്ല തെന്നി പോകുന്നു. അപ്പോൾ നന്നായിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ പരത്തുമ്പോൾ ഇതിനകത്ത് ബബിൾസ് വരുന്നത് കണ്ടില്ലേ? ഇങ്ങനെ ബബിൾസ് വരാൻ പാടില്ല, കാരണം അതിനകത്ത് എയർ പോകുന്നതാണത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, മാക്സിമം ഒരു സൈഡിലേക്ക് തന്നെ പരത്താൻ നോക്കുക. പിന്നെ പരത്തുമ്പോഴത്തേക്കും ഒരേ ലെവലിലായിരിക്കാൻ നോക്കുക. ഈ നടുക്ക് ഇങ്ങനെ പൊങ്ങിയും താന്നും ഒന്നും കിടക്കാൻ പാടില്ല, ഒരേ ലെവലിൽ പരത്താൻ നോക്കുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട ഇതൊക്കെയാണ് ഇതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത്, ടെറാക്കോട്ട ടൂൾസ്. ഇത് ഞാനിത് മേടിച്ചത് നാട്ടിൽ നിന്നാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരും മേടിച്ചുകൊണ്ട് വരുന്നതാണ് എല്ലാവർക്കും സൗകര്യം ചെയ്യാൻ. ഇവിടെ ടൂൾസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ക്ലേ ഇഷ്ടംപോലെ, ടൂൾസ് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. ഐ മീൻ ടൂൾസിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. ടെറാക്കോട്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഒരുമാതിരി ഇപ്പൊ ഇതൊരു വലിയ ട്രെൻഡ് ആയത് കാരണം എല്ലായിടത്തും ഇപ്പൊ അവൈലബിൾ ആണ്. നാട്ടിൽ ഇപ്പൊ എവിടെ ചെന്നാലും നമുക്കിത് അവൈലബിൾ ആണ്. ഇതാണ് ടൂൾസ്. പിന്നെ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രഷൻസ് കൊടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെന്ന് പറയുന്ന എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിന്റെ കവറാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടാലും അത് ഇതിന് യൂസ്ഫുൾ ആണോ എന്നുള്ള രീതിയിൽ പറയും. പിന്നെ ഈ നമ്മുടെ സോസിന്റെ കവറില്ലേ, സോസ് പൊട്ടിക്കുമ്പോൾ ഉള്ള കവറ്, അപ്പൊ അതിനൊക്കെ ഒരു സിക്സ് ആക്ക് ഷേപ്പ് ഉണ്ട്. അതൊക്കെയാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ കട്ടേഴ്സ് കിട്ടും. ഇതിപ്പം മോൾസ് കിട്ടും. മോൾസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ റൗണ്ട് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അതുപോലെ ഡിഫറെന്റ് ഷേപ്സ് അവൈലബിൾ ആണ്. പക്ഷെ അത് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ എനിക്ക് ഈ റൗണ്ട് കിട്ടിയ ഇതൊക്കെ നാട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചോണ്ട്. ഈ റൗണ്ട് ഇതിന്റെ പല ഷേപ്സ് കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ ഞാൻ റൗണ്ടിന് മാത്രമേ എനിക്ക് ഇതുള്ളൂ, ബാക്കി എല്ലാത്തിനും നമ്മൾ വരച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു സിമ്പിൾ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ലോക്കറ്റിൻ്റെ ഒരു വേറെ വെർഷനാണ് നമ്മൾ ചെയ്യുക. ഇത് എങ്ങനെയാണ് ഈ ലോക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ വെച്ച് ഔട്ടർ റെയിലിന് നമ്മൾ കൂടുതലൊന്നും നോക്കാനില്ല, ജസ്റ്റ് ഒരു ഇതൊന്ന് നന്നായിട്ട് തിരിച്ചു കഴിഞ്ഞ് തിരിച്ചു വെച്ച് അതേപോലെ അങ്ങ് എടുക്കുക. ഈ ഒരു എടുക്കുക. അപ്പോൾ ഓൾറെഡി
ഇംപ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കപ്പം മിച്ചമാണ്. ഇത് വെറുതെ വെക്കരുത്, ഇത് അപ്പം തന്നെ തിരിച്ച് കയറ്റി വെക്കുക. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ എയർ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണെന്നതിനും മാത്രമല്ല അത് അത്രയും ക്ലേ അപ്പോൾ വെറുതെ വേസ്റ്റായി പോവുകയും ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻസ്. ഞാനിപ്പോ ഇത് വീട്ടിൽ നിന്ന് ഡ്രൈ ചെയ്യരുത്, എല്ലാം പെട്ടെന്ന് ചെയ്യണം. ഇതാണ് ഇതിന്റെ ഹാഫ് ഡ്രൈഡ് വെർഷൻ ആണ് ഇത്. ഞാൻ ചെയ്തുകൊണ്ട് വന്നതാണ്. ഹാഫ് ഡ്രൈഡ് വെർഷൻ ആണിത്, ഹാഫ് ഡ്രൈഡ് വെർഷൻ. ഇനിയിപ്പോ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഇതുപോലൊരു ഡിസൈൻ ആണ് അഞ്ജലി ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് സെയിം ഡിസൈൻ, എൻ്റെ ഈ മാലയുടെ അതേ ഡിസൈൻ ആണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ സർക്കിളിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ലിപ്സ്റ്റിക്കിന്റെ കവറാണ്. ഇല്ല, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ വെച്ച് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇതിന്റെ സെന്റർ പോർഷൻ നോക്കുക. സെന്റർ പോർഷൻ നോക്കുമ്പോൾ നമ്മൾ വെച്ചിട്ട് എല്ലാ സൈഡും ഈക്വൽ ആയിട്ടാണോ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്നത് നോക്കിയിട്ട് സെന്റർ പോർഷനിൽ നോക്കിയിട്ട് ഒരു ഇംപ്രഷൻ കൊടുക്കുക. അത് ഇപ്പം ഇംപ്രഷൻ ആയിട്ടുണ്ട്. ഇനി അത് മാറി നമ്മുടെ സെക്കൻഡ്. ഇനി ഇപ്പൊ അടുത്ത ഇംപ്രഷൻ, ഇതിന്റെ സെക്കൻഡ് കുറച്ചും കൂടെ വലിയ വട്ടാണ് വേണ്ടത്. അത് അതുപോലെ തന്നെ വെച്ച് സെന്ററിൽ വെച്ചിട്ട് വീണ്ടും ഇംപ്രഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു മേജർ ആയിട്ടുള്ളത് റീഫില്ലാണ്. റീഫിൽ, കാരണം റീഫിലിന്റെ ഈ ചെറിയ ഏറ്റവും റീഫിലിന്റെ ഈ ഒരു എന്താ ഈ എൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ പറയുന്നത് ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഇംപ്രഷൻ. കാരണം അത് ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗി ഇല്ലാത്ത ആഭരണമാണെങ്കിൽ പോലും അതിനൊരു പ്രത്യേക ഭംഗി വന്നിരിക്കും. അതുപോലെ നമ്മൾ ഈ വട്ടത്തിൽ നമ്മൾ ആ ഇംപ്രഷൻ കൊടുക്കാൻ പോവാണ്. ഇതിപ്പം അഞ്ജലിയുടെ ഒരു ഡിസൈനിങ് അല്ലേ? ഇതിപ്പോ എന്റെ തന്നെ അതെ നമ്മൾ അതെ ഇതിന് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. ഐ മീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഇതിന്റെ ഫുൾ ഭംഗിയും പോവാ ഇതിന്റെ കളർ സെൻസ് ഇല്ലെങ്കിൽ ഇതിന്റെ ഈ ഇങ്ങനെ മോൾഡ് ചെയ്തതിന്റെ ഭംഗിയും കൂടെ പോകും. അപ്പൊ അത് കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ നോക്കുക, കുറെ ഇപ്പം ഞാൻ ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് കളർ കോമ്പിനേഷൻസ് ആണ്. നമ്മൾ ഒരു ഡ്രസ്സ് കണ്ടോ ഇത് നല്ല കോമ്പിനേഷൻ ആണല്ലോ, ഇത് നല്ല ഈ കോമ്പിനേഷൻ്റെ മാല ചെയ്യാം, അങ്ങനെയാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക. ഐ മീൻ എന്ത് കണ്ടാലും അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്ത് കണ്ട. പിന്നെ ഇത് വേറൊരു ടൂളാണ്, ഇത് സ്ലാൻറ്റിങ് ഇംപ്രഷൻ കൊടുക്കാനായിട്ട്. അതായത് ഇപ്പം നമ്മൾ പിന്നെ വേറൊരു കാര്യം, നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പെർഫെക്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ത്രൂ പ്രാക്ടീസ്. ഇതിപ്പോ ചെറുതായിട്ട് ഇതിന് ഓരോ ലൈൻ കൊടുക്കുക, ഇങ്ങനെ ഓരോ ലൈൻ കൊടുക്കുക. അത് തന്നെ വന്നോളും, നമ്മൾ ഇതുകൊണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. കുറച്ചൊന്ന് ശ്രദ്ധയും കുറച്ച് ഇൻട്രസ്റ്റും പ്രാക്ടീസും. ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാരണം നമ്മൾ ഇന്ന് ഒരു ഇത് ടെറാക്കോട്ട ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇതിൽ ചെയ്യണമെന്നില്ല. ഞാൻ ശരിക്കും മടുക്കും. ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ സെപ്റ്റംബറിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വശ്യ ഡിസൈൻസ് ലോഞ്ച് ചെയ്തത്. എൻ്റെ പേജിൻ്റെ പേര് വശ്യ ഡിസൈൻസ് ആണ്. സെപ്റ്റംബറിലാണ് ഞാൻ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഞാൻ ജനുവരി ഫെബ്രുവരിയിലാണ് ടെറാക്കോട്ട പേജിലിടാൻ തുടങ്ങി. കാരണം ഈ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ഞാൻ ഈ ടെറാക്കോട്ടയും കൊണ്ട് പ്രാക്ടീസ് ആയിരുന്നു. നമ്മളൊരു പ്രാക്ടീസ് ആവാതെ ഇത് പേജിലിട്ടിട്ടും കാര്യമില്ല. കാരണം ആരെങ്കിലും കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനാ ഇത് കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ഇത് വന്നിട്ട് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പം നിങ്ങൾക്കും ഇത് വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതിൽ അതെ അതെ അതെ. അഞ്ജലി, ഒരു കോൾ ഉണ്ട്, അഞ്ജലി സംസാരിക്കാനായിട്ട് ആരും റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഉറക്കെ സംസാരിക്കോ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ദുബൈന്നാ വിളിക്കുന്നേ. ഓക്കെ, അഞ്ജലിയോട് സംസാരിക്കണോ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ ഹലോ അഞ്ജലി. ഹലോ അഞ്ജലി. ഹായ്, പേരെന്താണ്? ഹായ്, എൻ്റെ പേര് ദീപ എന്നാ. ദീപ, പറയൂ ദീപ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ ദീപ. ഹലോ ഹലോ, ക്ലേ കുറച്ച് ഉറക്കെ സംസാരിക്കോ ദീപ, കേൾക്കാനില്ല. ഹലോ, പറഞ്ഞോളൂ. ക്ലേ 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 എവിടുന്ന അവൈലബിൾ? എവിടെയാ ദുബൈയില്?
ക്ലേ ഇപ്പൊ നമുക്ക് എല്ലാ സ്റ്റേഷനറീസിലും അവൈലബിൾ ആണ്. ജോവീസിന്റെ ക്ലേ അവൈലബിൾ ആണ്, എല്ലാ സ്റ്റേഷനറീസിലും അവൈലബിൾ ആണ് ക്ലേ. ഓക്കെ ഓക്കെ, എല്ലാ സ്റ്റേഷനറിയിലും അല്ലേ? എല്ലാ സ്റ്റേഷനറീസിലും അവൈലബിൾ ആണ് ക്ലേ. പിന്നെ അതിന്റെ പെയിന്റ് എന്താ യൂസ് ചെയ്യുന്നത്? പെയിന്റ് സാധാരണ നമ്മൾ അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അക്രിലിക് പെയിന്റ്സ് തന്നെ മേടിക്കണം, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കളേഴ്സും ഉണ്ടാവുമോ, അതോ നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരുമോ? അതും ദീപ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ അതിനകത്തുള്ള കളേഴ്സ് വെച്ച് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള കളേഴ്സ് വെച്ച് തന്നെ പെർഫെക്റ്റ് ആക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഒരു വെറൈറ്റി കളറിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുക തന്നെ വേണം. പക്ഷേ ആ മിക്സിങ്ങിനും പെർഫെക്റ്റ് മിക്സിങ് ആയിരിക്കണം. ഇപ്പം വയലറ്റും ബ്ലൂ അല്ലെ ഒരു വൈറ്റും റെഡും നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് റോസ് തന്നെ വന്ന് ബ്ലെൻഡ് ആവണം. അതിൽ നമ്മൾ അത് നമുക്ക് ശീലം ഉണ്ടെങ്കിൽ മാത്രമേ മിക്സിങ്ങിന് പോകാവുള്ളൂ. ഞാൻ സൈറ്റിനകത്ത് നല്ല റോയൽ ബ്ലൂ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കളേഴ്സ്. അത് ദീപം മിക്സ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നതാണ്. അതെ. പിന്നെ ഒരു കാര്യം കൂടി, ത്രെഡ് ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്? മറ്റേ നോർമൽ പ്ലാസ്റ്റിക് ത്രെഡ് പോലത്തതാണോ? അല്ല, നമ്മൾ ടെറാക്കോട്ടയ്ക്ക് 2 ടൈപ്പ്. നമ്മൾ സാധാരണ ജ്വല്ലറി വയറിട്ടും ചെയ്യാറുണ്ട്, നമ്മൾ സാധാരണ കോട്ടൺ ത്രെഡ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇതാണ് ത്രെഡ്, 0.5 mm ത്രെഡാണിത്. ഇത് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓ അത് ശരി. അപ്പൊ അഞ്ജലിയെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ വല്ലതും ദീപ info@ntvuae.com ഒരു മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു SMS അയക്കാം 3939. ഞങ്ങൾ ഇവിടുന്ന് അഞ്ജലിയുടെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അത് കൂടാതെ അഞ്ജലിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, വശ്യ ഡിസൈൻസ്. സോ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. എന്തോ ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. അതെ. ശരി. താങ്ക് യു സോ മച്ച് ദീപ. താങ്ക് യു. ഓക്കെ, ഈ ഒരു ഫോൺ കോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ജലിയുടെ ഡിസൈനും കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നോക്കുമായിരുന്നു ഫോണിൽ സംസാരിക്കാൻ, ആ സമയത്ത് തന്നെ ഡിസൈൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി അല്ലേ? ഇംപ്രഷൻസ്. ഇത് സോറി, ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള്, കാരണം ഇങ്ങനെയാണ് ഞാനും വീട്ടിൽ ചെയ്യുന്നത്. കാരണം മിക്കവാറും കസ്റ്റമേഴ്സ് വിളിക്കുമ്പോഴേക്കായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ഇത് വേറൊന്നുമില്ല, നമ്മൾ ഇത് ചെരിച്ചും പിന്നെ വീണ്ടും ചരിച്ച ഈ ഒരു കണ്ടോ, ഇപ്പൊ തന്നെ നോക്കിയാൽ അറിയാം ഇത് പെർഫെക്റ്റ് ഒന്നും അല്ല. ഇത് കുറച്ച് വണ്ണ കൂടുതലാണ്, ഇത് കുറച്ച് ചെറുതാണ്, ഇത് കുറച്ച്. പക്ഷെ പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരിക എന്നുള്ളത് മാത്രം, അത് അറിയത്തേ ഇല്ല. അതെ. പിന്നെ ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് ചെറിയ നമ്മുടെ ക്യൂട്ട് ഇംപ്രഷൻസ് ഇടാൻ പോവാണ്. ഇത് ഓരോന്നിന്റെ സെന്റർ നോക്കി നമ്മൾ ഇതും കൊണ്ട് ഇംപ്രഷൻസ് ഇടുക. അതെ, അങ്ങനെ ഇംപ്രഷൻസ് ഇടുക. ഇതിൽ ഇംപ്രഷൻസ് ഇട്ട് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കുന്നത്? ഡ്രൈ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഡ്രൈ ചെയ്യാൻ വെക്കുള്ളൂ. അതായത് ഇപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചെയ്ത് തീർന്നിട്ടേ എഴുന്നേക്കാവുള്ളൂ. അത് നമ്മൾ അതിന്റെ ഇടയ്ക്ക് പോയി എന്തെങ്കിലും പണി തീർത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങി ഇതിനകത്ത് ഇംപ്രഷൻസ് ഇടാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് ടൈമും കൊടുക്കണം. അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ നടുക്കൂടുള്ള ലൈൻ ഇടാൻ പോവാണ്. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇത് കണ്ടോ, ഇതങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി, അതങ്ങ് വന്നോളൂ. അഞ്ജലി, നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ശ്രീലക്ഷ്മി, അഞ്ജലിയോട് സംസാരിച്ചോളൂ. ബർദുബായ് എന്നല്ലേ? അതെ. എനിക്ക് അറിയേണ്ടത്, എനിക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നാട്ടില് ഞാൻ ഇതിന്റെ കുറെ ഐറ്റംസ് എല്ലാം കണ്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ദുബായിൽ വന്നിട്ട് ക്ലേ ഞാനിവിടെ ഒത്തിരി ഷോപ്സിൽ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിന്റെ ഈ കമ്മലൊക്കെ ചെയ്യുമ്പം ഇതിന്റെ ആണി, പിന്നെ ബാക്കിൽ കൊടുക്കുന്ന ആണി, പിന്നെ അതുപോലെ തന്നെ മാലയില് ബാക്കിൽ കൊടുക്കുന്ന എന്താ പറയാ, അത് ലോക്ക് ചെയ്യുന്ന ലോക്ക്, ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റും? ശ്രീലക്ഷ്മി, എന്നെ സംബന്ധിച്ച് ഞാൻ ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കാരണം ഞാനിത് നാട്ടിൽ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിത് ബൾക്കായിട്ട് അങ്ങ് മേടിച്ചോണ്ട് വരും. അപ്പൊ നമുക്ക് ഒരു വർഷത്തേക്ക് പിന്നെ നമ്മൾ അടുത്ത വർഷം നാട്ടിൽ പോകുന്നിടം വരെ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ബൾക്കായിട്ടെല്ലാം നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ട് വരുന്നതാണ്. എന്നോട് പലരും വീട്ടില് ഇപ്പം എന്റെ മദറിന് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അമ്മ ഇതെല്ലാം ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ദുബായിൽ വന്നിട്ട് ഞാൻ ഒത്തിരി ഷോപ്പില് ഈ ക്ലേ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇരിക്കാറുണ്ട്. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും പിന്നെ എന്റെ കയ്യിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ ആരോടെങ്കിലും ഇവിടെ ചോദിക്കാനും ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരെ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ശ്രീലക്ഷ്മി എന്താ ഒന്നെങ്കിൽ നാട്ടിൽ പോയിട്ട് ശ്രീലക്ഷ്മി, കാരണം ഇവിടുന്ന് എനിക്കറിയാമല്ലോ, എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് എവിടെയാ കിട്ടുന്നത്. പക്ഷെ നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട് ശ്രീലക്ഷ്മി, നമ്മളിപ്പോൾ എന്തും അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കുക.
അതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം അതാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിക്കുകയാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഒരു ക്ലേ വാങ്ങിച്ചെങ്കിൽ ആ ക്ലേയുടെ ക്വാളിറ്റി നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ആയിരിക്കും. അപ്പം ശരി, ഞാനിവിടെ ഷോപ്പിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ക്ലേ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള ക്ലേ ആണ്. എനിക്കിപ്പോ ഇവിടെ വ്യൂവേഴ്സിനോട് പറയേണ്ട ഒരു കാര്യം, എന്റെ ക്ലേ ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്നതല്ല. എന്റെ ക്ലേ വേറെ ക്ലേ ആണ്, ഞാനിത് വരുത്തിക്കുന്ന ക്ലേ ആണ് എന്റെ ക്ലേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ജസ്റ്റ് ഫോർ അവർ പ്രാക്ടീസിന് വേണ്ടി മാത്രം നമുക്ക് ചെയ്യാം. അല്ലാതെ എനിക്ക് ഡൗട്ട് വന്നത്, ബിക്കോസ് ഞാൻ ഇവിടുത്തെ ക്ലേ കണ്ടിട്ട് കുട്ടികൾക്ക് കളിക്കുന്ന ക്ലേ, ഒറിജിനൽ ക്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. കമ്പാരിസൺ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാണ് വ്യത്യാസം. കാരണം ഇവിടുത്തെ ക്ലേ വെച്ച് നമുക്ക് ജസ്റ്റ് അത് പ്രാക്ടീസ് ചെയ്യാം. കാരണം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി പഠിക്കാം എന്നല്ലാതെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആയിട്ടോ അല്ലെ ഇതിപ്പോൾ ആർക്കെങ്കിലും സെല് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടുത്തെ ക്ലേക്ക് പോകരുത്. അതിൻ്റേതായിട്ടുള്ള നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടാവണം. അത് കാരണം എൻ്റെ ക്ലേ ഞാൻ വരുത്തിക്കുന്ന ക്ലേ ആണ്. നമ്മളത് ഇന്ത്യയിൽ നിന്ന് പോലും അല്ല, നമ്മളത് വേറെ സോഴ്സ് വഴി ഡയറക്റ്റ്ലി ഇങ്ങോട്ട് ഇറക്കുന്ന ക്ലേ ആണ്. അത് കാരണം നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഹൈ ക്വാളിറ്റി ക്ലേ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദീപ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അഞ്ജലിയോട്? ലക്ഷ്മി കട്ടായി. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ മൗൾഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് സെന്ററിൽ ഒരു ചെറിയൊരു ഡിസൈൻ, പെൻഡന്റ് ചെറിയൊരു ഡിസൈൻ ഇതുപോലെ നടുക്ക് ഒരു പൂവിന്റെ ഡിസൈൻ. പൂവില് ഇതോടുകൂടി നമ്മുടെ പെൻഡന്റിന്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പെൻഡന്റിനെ ഒരു ലോക്കറ്റ് ആക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വട്ടത്തിൽ നമ്മളത് മോൾഡ് ചെയ്ത് മാത്രം. ഇനി അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. അതിനുള്ള പിന്ന് ഐപിൻ എന്നാണ് ഇതിന് പറയുക. ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്ലെയർ. ഇത് പ്ലെയർ. ഈ പിന്ന് നമ്മളിങ്ങനെ വട്ടയ്ക്കുക, ഇത് ബെൻഡ് ചെയ്യുക. പക്ഷെ അത് ഇങ്ങനെ ഇരിക്കരുത്. കണ്ടോ, ഇപ്പൊ ഈ ഷേപ്പിലാകാൻ പാടില്ല. അത് നമ്മൾ നേരെയാക്കി വീണ്ടും വട്ടച്ച്. കണ്ടോ, ഇതിപ്പോ ഒരു പെർഫെക്റ്റ് ഫിഗർ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു അറ്റത്ത് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് തെറിച്ചു പോകും. നമ്മുടെ വീട്ടിലെ കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ളത് ഒത്തിരി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. കണ്ടോ, ഇതിപ്പോ അങ്ങനെ നമുക്കിത് പറ്റും. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അവർക്ക് സംസാരിക്കോ? ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? പേര് പറയൂ. ഹലോ, പേര് പറയൂ. ആരാ സംസാരിക്കുന്നത്? സാലിമ. അഞ്ജലിയോട് സംസാരിച്ചോളൂ. അതെ. ഹലോ, അഞ്ജലി മാഡം അല്ലേ? അഞ്ജലി എന്ന് വിളിച്ചാൽ മതി. സാലിമ പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ഈ ടെറാക്കോട്ട എന്ന് പറയുന്ന ജ്വല്ലറി ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ സൈറ്റിലൊക്കെ കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിനെ പറ്റി പഠിക്കാൻ വല്ല കോഴ്സ് അങ്ങനെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് സാലിമ, അത് അടുത്തൊരിതാണ്. കാരണം നമുക്കിത് പഠിക്കാനായിട്ട് കുറെ ഇപ്പം ഉണ്ട്. ടെറാക്കോട്ട ജ്വല്ലറി ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ക്ലാസ്സസിനൊക്കെ പോകുമ്പോഴാണ് തന്നെ അത് അവര് ചെയ്ത് നമുക്ക് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ക്ലാസ്സസിന് പോകാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ പ്ലാൻ, എന്നോടിപ്പോൾ കുറേ പേര് ക്ലാസ്സസ് എടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ എനിക്ക് കുറച്ച് ഇപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സിൻ്റെ ഇച്ചിരി തിരക്കായത് കാരണം ഞാൻ എന്താ തീരുമാനിച്ചു, ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 6 months വൺസ് ഒരു വർക്ക്ഷോപ്പ് പോലെ വെക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. കാരണം കുറേ നമ്മളിപ്പോൾ ഈ വീട്ടിൽ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാക്സിമം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചൊരു ടാലന്റും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് കാരണം ഞാൻ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 months വർക്ക്, കാരണം അങ്ങനെ എനിക്ക് പറ്റുള്ളൂ. കാരണം ഇപ്പം നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നത് കാരണം ഞാനൊരു വർക്ക്ഷോപ്പായിട്ട് കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് സാലിമ. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ഷാർജയിലാണ്. അതെ, ഷാർജയിലാണ്. ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ info@ntvua.com ഒരു മെയിൽ അയക്കാം സാലിമ. ഞങ്ങൾ അഞ്ജലി ഡീറ്റെയിൽസ് തരാം. ഓക്കെ സാലിമ, താങ്ക് യു.
അഞ്ജലി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഈ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അഞ്ജലി ചെയ്ത കുറച്ച് ജിമിക്കി ഷരൺ 1 ഞാൻ ഇത് ഓക്കെ ഇതിപ്പോ നമ്മൾ ഇതിപ്പം പെൻഡന്റിന്റെ രീതിയിൽ ഇതൊക്കെ കൊളുത്താക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇതിന്റെ എക്സാക്ട് സെന്റർ നോക്കി ഇത് ജസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതിന്റെ നേരെ സെന്ററിൽ തന്നെ നമ്മൾ ഇറക്കുക. അല്ലെങ്കിൽ കുറച്ച് പുറകിലെ പോയാലും പ്രശ്നമാണ്, കുറച്ച് മുന്നിലായി പോയാലും പ്രശ്നമാണ്. ഇതിപ്പോ നമ്മൾ ഇതിനെ ഒരു പെൻഡന്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ പെൻഡന്റിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഡ്രൈ ചെയ്യണോ? അതിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ വെറുതെ വിടുക ഇങ്ങനെ അങ്ങിരിക്കുക. അത് 24 hours ആണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷെ ഞാൻ 24 hours കൂടുതൽ വെക്കും. കാരണം എത്രത്തോളം ഇത് ഡ്രൈ ആവുന്നോ അത്രത്തോളം വളരെ നല്ലതാണ്. കാരണം ഇതിപ്പോ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ പീസാണ്, എന്നിട്ട് പോലും ഇത് ഇത്രേ ഉണങ്ങിയിട്ടുള്ളൂ. ഇനി വേണ്ടതെന്ന് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു ഇത് നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റ്. ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്ത ഒരു ഗണപതിയാണ്. നന്നായിട്ട് ഇതിപ്പോ ഞാൻ ചെയ്തു വെച്ചിട്ട് 2-3 ആഴ്ച. ഇത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് മോൾഡ് ചെയ്യാണോ മോൾഡ് ചെയ്യാന്ന്. പക്ഷെ ഇത് നമ്മൾ മോൾഡ് ചെയ്യുന്നല്ല, കൈകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഗണപതിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും കൈകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പീസാണിത്. ഇത് അടി വെച്ചിരിക്കുന്ന അത് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇതിപ്പോ ഇങ്ങനെ ഒരു സാധാരണ വട്ടത്തിൽ ഇതിപ്പോ ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ മൊട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൊട്ട്, നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മൊട്ടാണിത്. ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഉരുട്ടി ഈ നമ്മൾ നേരത്തെ കാണിച്ച പിന്നില്ലേ, നമ്മൾ നേരത്തെ കാണിച്ച പിന്ന് മുറിക്കുക. ഈ പിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്യുക. അതായത് ഇതിപ്പോ ഇച്ചിരി വളഞ്ഞല്ലേ ഇരിക്കുന്നത്, അത് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പക്ഷെ അഞ്ജലി എനിക്ക് അറിയാനുള്ളത് ഇതെങ്ങനെ ഒരേ സൈസിൽ ഇങ്ങനെ എടുത്തു? അത് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. അതിനൊരു മെഷീനോ അതിനൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം അത്രത്തോളം. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ലോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബീഡ് ഉണ്ടാക്കാൻ പോവാണ്, നമ്മൾ ആ 12 ബീഡാണ് 12 ബീഡ് ഉണ്ടാക്കിയിട്ടേ എഴുന്നേക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 5 ബീഡ് ഉണ്ടാക്കി പിന്നെ വരുമ്പോഴത്തേക്കും അതേ സൈസിൽ നമ്മൾ എടുക്കണം എന്നില്ല. അത് കാരണം നമ്മൾ മാക്സിമം അത് നോക്കുക. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് ഷർമിള. ഷർമിള, അഞ്ജലിയോട് സംസാരിച്ചു. ഹായ് ഷർമിള. ഹലോ അഞ്ജലി. ഹായ്. ആക്ച്വലി വളരെ ഭംഗിയായിട്ടുണ്ട്. ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ പറഞ്ഞിട്ടാണ് ഞാൻ അഞ്ജലിയുടെ ഫേസ്ബുക്ക് ഇത് ലൈക്ക് ചെയ്തിരിക്കുന്നത്, വൈശ്യ കളക്ഷൻസ്. താങ്ക് യു സോ മച്ച് ഷർമിള. ആക്ച്വലി വളരെ ഭംഗി. എന്റെ ഒരു ഫ്രണ്ട് സീന വിഷ്ണു പറഞ്ഞിട്ടാണ് ഞാൻ അത് ലൈക്ക് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ചു നിങ്ങൾ എവിടുന്നോ വരുത്തുന്നതാണ്, ഇപ്പൊ നിങ്ങൾ അത് ചെയ്യുന്നതാണെന്ന് ആക്ച്വലി സീന പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത്. സീന എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ അത് കാണിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിളിച്ചതാണ്. ആക്ച്വലി വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. താങ്ക് യു സോ മച്ച് ഷർമിള. താങ്ക് യു സോ മച്ച്. വീട്ടിൽ സമയം കിട്ടുമ്പോ ഇത് ചെയ്ത് നോക്കൂ ഷർമിള. എന്താ ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ സമയം കിട്ടുമ്പോ ഇതൊക്കെ ട്രൈ ചെയ്യണം എന്ന്. അതെ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആക്ച്വലി ഞാൻ എന്തായാലും ഡയറക്റ്റ് അഞ്ജലിന്റെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ഐഡിയ കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് ബീഡ്സിലേക്ക് വരാം. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ബീഡ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്യുകയാണ് തൽക്കാലം. ഇതുണ്ട്, ഇങ്ങനെ ഓരോന്ന് വെച്ച് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കരുത്. ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്താൽ ക്രാക്ക് വീഴും. അത് കാരണം നമ്മളിതെല്ലാം ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യാം. ഇതാണ് ഓരോന്നോരോന്ന്. ഇതേ സെയിം ടെക്നിക്കാണ് നമ്മൾ ജിമിക്കയിലും ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് ചിലർ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജിമിക്ക പഠിക്കണം. ജിമിക്കയാണ് ഏറ്റവും പാടുള്ളത് ചെയ്യാനായിട്ട്. കാരണം ജിമിക്ക ഏറ്റവും പാട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് മൗൾഡ് ഉണ്ടോ ജിമിക്കയ്ക്ക്. കാരണം മൗൾഡ് ഇപ്പൊ അവൈലബിൾ ആണെന്ന് പറയുന്നു, പക്ഷെ ഞാൻ ഫുള്ള് ഹാൻഡും കൊണ്ടാണ് ജിമിക്ക ചെയ്യുന്നത്, കൈകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആദ്യമേ മൗൾഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതൊരു സൗകര്യമായിരുന്നു തന്നെ. പക്ഷെ ഇപ്പൊ നമുക്കത് കൈകൊണ്ട് ചെയ്ത് കൈകൊണ്ടാണ് സ്പീഡിൽ വരുന്നത്. മൗൾഡ് അവൈലബിൾ ആണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ഇനി ഇങ്ങനെ നമ്മൾ അതെ 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 അതെ. പിന്നെ ഇതിന്റെ നോക്കേണ്ട ക്രാക്സ് ഒന്നും വീഴാതെ ശ്രദ്ധിച്ച് വളരെ ഈ ഒരു ഇതിലിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള എല്ലാം ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ക്രാക്ക് വീഴും. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ക്രാക്ക് വീഴും. അത് കാരണം നമ്മൾ അതനുസരിച്ച് നോക്കുക. നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? അതെ, ആരാ സംസാരിക്കുന്നേ?
ഇത് അബുദാബി. ഓക്കെ, കുറച്ച് ഉറക്കെ സംസാരിച്ചോളൂ. ഒട്ടും ക്ലിയർ ആവുന്നില്ല സംസാരിക്കുന്നത്. അബുദാബിയിലെ സുമോദ്. ആ, ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, നമ്മളിവിടെ ചെറിയ കമ്പനിയായിട്ടൊക്കെ നടത്തുകയാണ്. ഈ മാഡത്തിന്റെ പരിപാടി കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ചോദിച്ചോളൂ, എന്താ ചോദിക്കാനുള്ളേ? അല്ല, ഇത് ഉണ്ടാക്കുന്നത് ഇത് വീട്ടിലിരുന്ന് നമുക്കൊരു സ്വയം തൊഴിൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് പറ്റുമോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഞാനിപ്പോ ലൈസൻസ് എടുത്തിട്ടുണ്ട്. പണിയില്ലാതിരിക്കുകയാണ്. ഞാനിപ്പോ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അവരിതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന വലിയ താല്പര്യമുള്ള ആളാണ്. അല്ലല്ല, ഞാനിപ്പോ നമ്മൾ എന്തും ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു ഇത് ചെയ്യാം. ഞാനിപ്പോൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്. കാരണം അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും വളരെ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു കൺട്രി വന്ന് താമസിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരുടേതായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യണമല്ലോ. അത് കാരണം ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും നമ്മളൊരു ലൈസൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ. അതായത് എനിക്ക് ലൈസൻസ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹസ്ബൻഡിനെ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ജനറൽ ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഒരു റൂം എടുത്ത് ചെയ്യാന്ന് വെച്ചാല് അതിന് നല്ലൊരു എമൗണ്ട് അങ്ങ് മാറിപ്പോകും. അതെ അതിലിപ്പോ നമ്മള് അത് സുമോദ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ലൈസൻസിന്റെ ആൾക്കാരുമായിട്ടൊന്ന് ബന്ധപ്പെടും. അപ്പൊ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും, അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും ഏത് രീതിയിലുള്ള ലൈസൻസ് ഇതിന് മതിയോ അതോ ഗ്രോസറിയുടെ ലൈസൻസ് മതിയോ. അവർക്ക് ഇതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും തോന്നുന്നു സുമോദ്. അല്ല മാഡം, അല്ലേ ലൈസൻസിനൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? അതെ നമ്മളിപ്പോൾ തുടങ്ങുവാണെങ്കിൽ തന്നെ അതും കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് എടുത്ത് തുടങ്ങാവൂ. അല്ലെങ്കിൽ ചുമ്മാ വീട്ടിൽ അവരവർക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് ആവശ്യം അങ്ങനെയുള്ള പോലെ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന് ഇറങ്ങാം. കാരണം ഇത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ലൈസൻസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വേസ്റ്റ് ആയിപ്പോ നമ്മൾ അത്രയും മണി വേസ്റ്റ് ആയി. ഓൾറൈറ്റ്, താങ്ക്സ് എ ലോട്ട്. അപ്പൊ അഞ്ജലി നമ്മള് ഇതിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ഇനി നമ്മള് കണ്ടത് എടുത്തപ്പോഴത്തേക്ക് ഇച്ചിരി പ്രശ്നം. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഇത് യൂട്യൂബിലൊക്കെ കുറെ ഇതിന്റെ കിടപ്പുണ്ട് അല്ലേ? പക്ഷെ അത് നോക്കിയൊക്കെ നമുക്ക് ഇത് പഠിക്കാൻ പറ്റുമോ? ഇതിപ്പോ നമുക്കിപ്പോ യൂട്യൂബിൽ എല്ലാം കിടപ്പുണ്ട്. ഇപ്പൊ നമുക്കൊരു എഞ്ചിനീയറിംഗ് ക്ലാസ്സിലെ ലെക്ചർ പോലും യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മളിപ്പോ ഡയറക്ട്ലി ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുന്ന ഒരു സുഖം അതിനുണ്ടാവണം എന്ന് ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ യൂട്യൂബ് റെഫർ ചെയ്യുക, ഒരിക്കലും പറയുന്നില്ല. യൂട്യൂബ് റെഫർ ചെയ്ത് ജനറൽ ഐഡിയാസ് എടുക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെയാണ് ഇത്, എങ്ങനെയാണ് ഇതിന്, എന്തൊക്കെയാണ് സാധനങ്ങൾ, ഇതാണ് ക്ലേ, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ജനറൽ ഐഡിയാസ് മാത്രം ചെയ്യാം. നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം അഞ്ജലി. ഓക്കെ, ഷുവർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അബുദാബിയിൽ നിന്ന് നസിയാണ് വിളിക്കുന്നത്. അഞ്ജലിയോട് സംസാരിച്ചോളൂ നസ്രിയ. ഹലോ മാഡം. ഹായ് നസിയ. ഈ ടെറാക്കോട്ട ജ്വല്ലറി നനയ്ക്കാൻ പറ്റുമോ? അത് ഇപ്പൊ നമ്മളിത് ക്ലേ കൊണ്ട് ചെയ്യുന്നതല്ലേ നസിയ, നമുക്ക് അങ്ങനെ അങ്ങ് നനയ്ക്കാം. നമ്മൾ സാധാരണ ഇതൊരു അല്ല, അതിപ്പോ വാർണിഷ് ഇപ്പൊ നമ്മൾ അടിച്ചാൽ തന്നെ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ നസിയ, ഒരിക്കലും വാർണിഷ് അടിക്കരുത്. വാർണിഷ് അടിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പെയിന്റ് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വാർണിഷ് ഒരിക്കലും അടിക്കരുത്. മാഡം, അതേപോലെ ഞാനാണെങ്കിൽ ഇവിടുത്തെ ക്ലേ ആണ് യൂസ് ചെയ്തത്. അപ്പൊ അതിനകത്ത് ഈ ഹെഡിൻ കണക്ട് ചെയ്തപ്പോൾ അത് പുറത്തിറങ്ങി വരുന്നു. അതായത് അത് ഫിക്സ് ആയിരിക്കുന്നില്ല. അപ്പം ഗം തേച്ചാൽ അത് ഫിക്സ് ആവുമോ? അത് ഇവിടുത്തെ ക്ലേക്ക് എല്ലാവരും ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഇതിപ്പോ എന്റെ ഈ ക്ലേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ, നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ ക്ലേ അതപ്പോ അങ്ങനെ ഫിക്സ് ആവുന്നില്ലെങ്കിൽ അതൊരു ഗം വെച്ചോ പശ വെച്ചോ ഒട്ടിക്കുക. പക്ഷെ നമ്മൾ ഒട്ടിക്കുന്ന ആ ഗമ്മിന്റെ ട്രേസസ് പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. വളരെ സൂക്ഷിച്ചൊട്ടിക്കുക. അത് സാധാരണ നമ്മള് ഈ വൈറ്റ് ഗ്ലൂ ആണോ അതോ നമ്മൾ ഈ സൂപ്പർ ഗ്ലൂ പോലത്തെ അതാണോ? സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരിയാ. പിന്നെ അതേപോലെ ഈ ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ടാക്കി അതിന് ആദ്യം വൈറ്റ് കളർ കൊടുക്കണോ? അത് കഴിഞ്ഞിട്ടാണോ നമ്മൾ പെയിന്റ് ചെയ്യുന്നത്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ, ഡയറക്ട്ലി പെയിന്റിങ് മതി നസിയ. അല്ല, അത് ഞാൻ ഇന്ന് ടിവിയിൽ കണ്ടായിരുന്നു. ആദ്യം ഒരു വൈറ്റ് കോട്ട് കൊടുത്തതിന് ശേഷം കളർ ചെയ്യുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നസിയ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവര് വൈറ്റ് കൊടുത്തത്.
ഐ മീൻ ഇപ്പോൾ ഒരു പൂ ഒരു വെള്ളയും നീലയും കൂടെ കോമ്പിനേഷൻ ഉള്ള പൂവാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വൈറ്റ് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വൈറ്റ് കോട്ടെ. കാരണം ഈ വൈറ്റ് കളർ എന്ന് പറയുന്ന എല്ലാമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് കളർ കയറി പിടിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കൊടുത്തത്. അത് ശരി. പിന്നെ മാം അക്രിലിക് കളർ ഫാബ്രിക് കളർ ഒക്കെ സെയിം അല്ലേ? അല്ല. ഫാബ്രിക് എന്ന് പറയാൻ നമ്മൾ തുണിയിൽ അടിക്കുന്നതാണ്. അക്രിലിക് എന്ന് പറയാൻ നമ്മൾ ഇതിനു വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും? ഓ, അക്രിലിക് കളേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് എല്ലായിടത്തും കിട്ടുമല്ലോ വാങ്ങാൻ. എല്ലാ സ്റ്റേഷനറിയിലും കിട്ടും വാങ്ങാൻ. ശരി. ഇത് നമ്മൾ നോക്കി എടുത്താൽ മതി അല്ലേ? ഫാബ്രിക് ആണോ അക്രിലിക് ആണോ? അതെ നമ്മൾ നോക്കി എടുത്താൽ മതി. ഈ ബ്രഷ് ഫ്ലാറ്റ് ബ്രഷ് ആണോ അതോ യൂസ് ചെയ്യുന്ന ബ്രഷ് എങ്ങനത്തെ ബ്രഷ് ആണ്? സാധാരണ എനിക്കങ്ങനെ ഇന്ന ബ്രഷ് ഒന്നും ഇല്ല നസിയ. നമുക്ക് കൈ കിട്ടുന്ന എല്ലാം നമ്മൾ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതെല്ലാം അങ്ങ് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതറിയാനായിട്ട് വിളിച്ചതാണ്. ഓക്കെ നസിയ, താങ്ക് യു സോ മച്ച്. അതുപോലെ ഇപ്പം പെയിന്റിന്റെ കാര്യം വന്നപ്പോഴാണ് അഞ്ജലി, നമ്മൾ അക്രിലിക് കളർ വെച്ച് തന്നെ പെയിന്റ് ചെയ്യണം. ഫാബ്രിക് പറ്റില്ല. ഫാബ്രിക് പറ്റും, പക്ഷെ എന്താണെന്നറിയാം, നമ്മളിത് അടിച്ച ഉടനെ നമുക്കൊരു ഗ്ലേസിങ് ഒന്നുമില്ല, അത് ഉണങ്ങി അകത്തേക്ക് കയറിപ്പോ. ഞാനിതിപ്പോ മുമ്പേ ഇപ്പൊ കളർ മിക്സിങ് പഠിക്കുന്നതിന് മുമ്പേ ഞാൻ കുറെ, കാരണം അക്രിലിക് കളർ ഫാബ്രിക് കളേഴ്സിൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ കളർ കിട്ടും അക്രിലിക് ഫാബ്രിക് കളേഴ്സിൽ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ 6 മാസത്തെ ട്രയൽ ആൻഡ് ടെറർ മെത്തേഡ് വഴി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ പെർഫെക്റ്റ്, അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മൾ കുഴപ്പമില്ലാതൊക്കെ രീതി ചെയ്തു പോകുന്ന ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് ഒരു വിധത്തിൽ നമ്മളത് ഇതാക്കും. പിന്നെ ഇതാണ്, നിങ്ങൾ അത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പരീക്ഷിക്കുക. ഞാനത് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഇഷ്ടം പോലെ കാശ് വേസ്റ്റ് ചെയ്ത ഒരാളാണ്. ഈ ഒരു പഠിക്കാൻ വേണ്ടി തന്നെ ഇഷ്ടം പോലെ വേസ്റ്റ്. അപ്പം ഞാൻ ഒരു 12 വലിയ പാക്കറ്റിന്റെ ഫാബ്രിക് പെയിന്റ് അതിപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അത് യൂസ് ഇല്ല. ഞാൻ ഇതിനകത്ത് അടിച്ചു നോക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. അങ്ങനെ ഒത്തിരി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം അഞ്ജലി, നമുക്ക് അഞ്ജലി ഉണ്ടാക്കിയ കുറച്ച് സെറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം പ്രേക്ഷകര്. കാരണം ഇതൊന്ന് തുറക്കും അഞ്ജലി. ഇത് ആക്ച്വലി ഇപ്പോഴത്തെ ഇതിപ്പോ ഞാൻ ഇവിടെ ഇറക്കിയ ഒരു ട്രെൻഡാണ്. അതായത് നമ്മളത് സാധാരണ നമ്മൾ ഈ സാരിയുടെ കൂടെ ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യണം, പക്ഷെ കുർത്ത ജീൻസ് ഒക്കെ വരുമ്പോ നമുക്ക് ഇടാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഷുവർ. ഹലോ, ഹായ്, ആരാ സംസാരിക്കുന്നേ? ഞാൻ ആക്ച്വലി ഷോ ഇപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ആരാ പേര് പറഞ്ഞില്ലല്ലോ, ആരാ സംസാരിക്കുന്നേ? ജെറോം. പറഞ്ഞോളൂ. ഓക്കെ, ഈ നേരത്തെ ഒരു കോളർ ഇങ്ങനെ വിളിച്ചിട്ട് ലൈക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന പിന്നിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് കേട്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇവിടെ വീട്ടില് വൈഫും ഇതിങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, ഞാനും ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഈ പിൻസ് ഒക്കെ അവൈലബിൾ ആണ്, ലൈക്ക് ഷാർജയിലൊക്കെ അവൈലബിൾ ആണ് സംഭവം. ഇത് ഈ ജ്വല്ലറി മേക്കിംഗ് ഷോപ്പുകൾ ഉണ്ടല്ലോ, അവിടെ ഒരുപാട് കിട്ടുന്നുണ്ട് ഇതിന്റെ പിൻസ്. ഇങ്ങനെ നമുക്ക് ആള് വേണം പറഞ്ഞു തരാനായിട്ട് അത് എവിടെയാ കിട്ടുന്നതെന്നൊക്കെ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഷോപ്പിന്റെ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ അത് മജ്ലിസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്. ഇറ്റ് ഇസ് ഇൻ എന്താ പറയാ ഷാർജ മുസല്ല ഏരിയയിലാണ്. പക്ഷെ അതൊരു ടൈലറിംഗ് ആക്സസറീസിന്റെ ഷോപ്പ് അല്ലേ? ടൈലറിംഗ് ആക്സസറീസിന്റെ ഷോപ്സ് ആണ്. പക്ഷെ അവരുടെ കയ്യിൽ ഇതിന്റെ ആ പിൻസും ഈ ബാഗ് എല്ലാ ഐറ്റംസും ഉണ്ട്. മാഡത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽപ്പ്. താങ്ക് യു സോ മച്ച് ജെറോ. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പം ഐ ഹോപ്പ് നമ്മളെ നേരത്തെ സംശയം മാറിയിട്ടുണ്ടാവുന്നല്ലോ. ഈ ഒരു ഷോപ്പിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലേ? പിന്നെ ഇതൊരു ട്രെൻഡി, അതായത് നമ്മൾ ജീൻസിന്റെ കൂടെ ആണെങ്കിലും കുർത്തേസിന്റെ കൂടെ ഒക്കെ ബീഡ്സ് ഒന്നും ഇല്ലാതെ ഒരു ട്രെൻഡി ടൈപ്പില് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പെൻഡന്റ് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ യൂണിവേഴ്സ്. ഇത് പിന്നെ ബേസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് സ്റ്റാറും ഇതും. സ്റ്റാറിൽ ബേബി പിങ്ക് കളറിൽ പിങ്ക് മിക്സ് ചെയ്ത് വരുന്നിരിക്കുന്നതാണിത്. ഇയറിംഗ്സും സെയിം ഹെയർ സ്റ്റാർ സ്റ്റൈലാണ്. ഇതൊരു ട്രഡീഷണൽ ലുക്കാണ്. കാരണം നമ്മൾ ഗോൾഡ് ഏതിനകത്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ട്രഡീഷണൽ ലുക്ക് ഓട്ടോമാറ്റിക്കലി അതിന് വരും. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ? ഞാൻ ബിന്ദു ആണ്, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ ഷോ കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ,
സംസാരിച്ചോളൂ, അഞ്ജലിയോട് ചോദിക്കാനുള്ള ചോദിച്ചോളൂ. ഹായ് ബിന്ദു. ഹായ് ബിന്ദു. എനിക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് ഞാൻ ഇതിനു വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തോളാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല ബിന്ദു. കാരണം ഞാൻ ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ്. ഓക്കെ, അതുകൊണ്ടാണോന്ന് അറിയില്ല. ഇനി അക്രിലിക് മാത്രം ഉപയോഗിച്ചാലോ കുറച്ചുകൂടി ഗ്ലേസ്? അതെ അതെ, നമുക്ക് ആ ജ്വല്ലറിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്ലേസ് വേണമെങ്കിൽ നമ്മൾ അക്രലിക്ക് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗി ആ ജ്വല്ലറിക്ക് വേണമെങ്കിൽ അക്രലിക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ അവര് പറഞ്ഞു അതിന്റെ മുകളിൽ വാർണിഷ് ചെയ്യണം. അതിനും പഞ്ചലി പറഞ്ഞില്ല വാർണിഷ് ചെയ്താൽ അതാണ് വാർണിഷ് നമുക്ക് തേക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാർണിഷ് കാരണം നമ്മൾ വാർണിഷ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ പൊളിഞ്ഞു പോരാൻ തുടങ്ങും. കാരണം അതെനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് എല്ലാവരോടും പറയുന്നത്. അത് ശരി. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള ഈ ടെറാക്കോട്ട ക്ലേ കേരളത്തിൽ അവൈലബിളാ? നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടോ? കേരളത്തിൽ ഇതിനെപ്പറ്റി എനിക്ക് അറിയാൻ മേല. കാരണം ഞാൻ വരുത്തുന്നത് മുഴുവൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂർ ചെന്നൈ ഏരിയയിലാണ് ഇത് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ക്ലേ മറ്റ് ആക്സസറീസ് ഒക്കെ കിട്ടും. പക്ഷെ നമുക്ക് ക്ലേ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പ് പോരാ. അറിയില്ല അല്ല. പിന്നെ ഇതിന് ഈ ബേക്ക് ചെയ്തെടുക്കുന്ന ടെറാക്കോട്ട കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ട് തോന്നല്ലേ കാണുമ്പോഴത്തേക്കും? ഇല്ല, ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് ബിന്ദു. ബേക്ക് ചെയ്തെടുക്കുന്ന ഇതിന്റെ പെർഫെക്ഷൻ രണ്ടും ഒരുപോലെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കുന്ന എയർ ഡ്രൈ ക്ലേ ആണ്. പിന്നെ ബേക്ക് ചെയ്യുന്നതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലാണ് ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെ അതിന് നമുക്കൊരു മാത്രമല്ല നമ്മൾ ജിമുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കങ്ങ് പരത്തി ശരിക്കും എടുക്കാൻ പറ്റില്ല. ആ കൊട കുറച്ച് വെയിറ്റ് അതിനകത്ത് ഉണ്ടാവും. ഇതാണെങ്കിൽ നമുക്ക് ശരിക്കും അങ്ങ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാ എൻ്റെ എക്സിബിഷനൊക്കെ വരുമ്പോൾ ആൾക്കാർ പറയുന്നത് ജിംക കണ്ടിട്ട് അയ്യോ ഇതെന്ത് ഇത്രയും വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇവിടെ എക്സിബിഷൻ വെക്കാറുണ്ടോ അഞ്ജലി? ഞാനിപ്പോ കഴിഞ്ഞ കുറെ ദിവസം കൂടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞു. ഇതിന്റെ ആക്സസറീസ് ഒക്കെ ഇവിടെ ഡ്രാഗൺ മാർട്ടിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്നൊക്കെയാണ് വാങ്ങിച്ചത്. അതെ അതെ, ബീഡഡ് ജ്വല്ലറിയുടെ ആക്സസറീസ് അല്ലേ കൂടുതലും ഡ്രാഗൺ മാർട്ടില്. മറ്റേ ഹുക്ക് ഒക്കെ ഉണ്ടല്ലോ വെക്കാനുള്ള അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഡ്രാഗൺ മാർട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്കൊന്ന് പോണം എന്നുണ്ട് അറിയണമെന്ന് വെച്ചാൽ ഇതുവരെ ഒന്നാമത്തെ കാര്യം തിരക്കാണ്. അത് കാരണം നമുക്കൊന്ന് പോണം എന്നുണ്ട്. ഷാർജയിലും നേരത്തെ ഒരു കോളർ പറയുന്നത് ഷാർജയിലും അവൈലബിൾ ആണ്. അതുപോലെ അവിടുന്നും കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ പേജ് പറഞ്ഞത് വൈശ്യ കളക്ഷൻ, വശ്യ ഡിസൈൻസ്. അതെ അതെ അതെ, ഏതായാലും പോയി നോക്കാം. സംസാരിക്കാൻ പറ്റില്ല. ഏതായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ വളരെ സന്തോഷം. നമുക്ക് അഞ്ജലി ഉണ്ടാക്കി, അതായത് വളരെ ലൈറ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കും ക്ലേ കൊണ്ട് ഉണ്ടാക്കി. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഇപ്പൊ ഒരു കമ്മലിന്റെ ഒരു ഓർഡർ ഒരാൾ തരുവാണെങ്കിൽ ഇത് കസ്റ്റമൈസ്ഡ് ആണ്. കാരണം എന്നോട് എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇടാൻ സമയം കിട്ടുന്നില്ല. കസ്റ്റമൈസ്ഡ് തീർക്കാൻ തന്നെയാണ് ഞാൻ എനിക്കടുത്ത് പാടുപെടുന്നത്. അപ്പം ഇതിപ്പോ എന്റെ അടുത്ത് ഒരു കസ്റ്റമർ ഞാനിപ്പോ ചോദിക്കും അവർക്ക് വലിയ ജിമിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരോട് ഞാനൊരു ഫോട്ടോയും കൂടെ അയച്ചു തരാൻ പറയും. കാരണം നമുക്ക് ആ ഫോട്ടോ കണ്ടിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഏതാണ് ആ കുട്ടിക്ക് ചേരുക എന്നുള്ള. ഇത് ശരിക്കും പറഞ്ഞ ഒരു കുട്ടി ആ കുട്ടിയുടെ ഫോട്ടോ നോക്കിയപ്പോഴത്തേക്കും നല്ല റൗണ്ട് ഫേസ് ആണ്. അപ്പോൾ ഈ റൗണ്ട് ജിമിക്ക, അതായത് ഇതുപോലത്തെ ഒരു ജിമിക്ക വരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചേരുന്ന ഒരു ബെൽ ഷേപ്പ് ജിമിക്ക ആയിരിക്കും ആ കുട്ടിക്ക്. അപ്പോൾ അത് കാരണം ഞാൻ ആ കുട്ടിക്ക് കുറച്ചും കൂടെ ബെൽ ഷേപ്പ് ആക്കി എടുത്തു ജിമിക്ക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ജിമിക്കയുടെ സൈസ്. ഇത് ആ കുട്ടിക്ക് ഫേസും റൗണ്ട് ആണ്, ഇതും റൗണ്ട് ആകുമ്പോഴത്തേക്കും കമ്മലൊന്നും എടുത്ത് നിൽക്കുക. അപ്പൊ അത് കാരണം ഇപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന കാരണം നമ്മുടെ അടുത്ത് ഇപ്പൊ ആൾക്കാർ ഫോട്ടോ അവരെടുക്കുന്ന ഡ്രസ്സിന്റെ കൂടെ അവരുടെ ഫോട്ടോയും കൂടെ അയച്ചു തരികയാണ്. കാരണം നമ്മൾ അവരുടെ ഒരു രീതിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് പ്രിയ ആണ്. ഷാജന്ന് വിളിക്കുവാണ്. ചോദിച്ചോളൂ. അഞ്ജലി മാമിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട്. ഹായ് പ്രിയ. ഹായ് അഞ്ജലി മാം, യുവർ വർക്ക്സ് ആർ വെരി ഗുഡ് മാം. താങ്ക് യു സോ മച്ച് മാം. അതിന്റെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വാർണിഷ് അടിക്കാറില്ലേ? വാർണിഷ് ഇതാണ് ഞാൻ പറഞ്ഞത്. വാർണിഷ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്
ലിക്വിഫൈഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിലാണ്. അത് നമുക്ക് എല്ലാ കടയിലും കിട്ടും. നമ്മൾ സ്റ്റേഷനറി കടയിൽ പോകുമ്പോഴത്തേക്ക് അവരോട് ചോദിച്ചാൽ മതി. ഇത് ചെയ്യുന്നത് നമ്മൾ ഈ വാട്ടർ ഐ മീൻ ഈ പേസ്റ്റൽസ് ഇല്ലേ, പേസ്റ്റൽസ് ഓയിൽ ക്യാൻവാസ് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റിക്കി അല്ല, അതൊരു ഓയിലാണ്. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചാൽ മാത്രം മതി. ആക്ച്വലി ഞാനും ടെറാക്കോട്ട ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ വാർണിഷ് അടിക്കുമ്പോഴത്തേക്കും അതങ്ങ് സ്റ്റിക്കോ അത്ര ഡ്രൈ ആവാൻ ഒത്തിരി സമയം എടുക്കും. അത് വാർണിഷിന്റെ വേറൊരു പ്രശ്നമാണ്. അത് ഡ്രൈ ആകാൻ വേറെ, പിന്നെ അത് അറിയാതെ എങ്ങാനും നമ്മുടെ ഒരു കൈ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ പെർഫെക്ഷൻ പോകും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് വാർണിഷ് വരുമ്പോ. പക്ഷെ ഇതാണെങ്കിൽ യാതൊരു പ്രശ്നം എല്ലാ സ്റ്റേഷനിലും കിട്ടുമോ? എല്ലാ സ്റ്റേഷനറിയിലും കിട്ടും, എല്ലായിടത്തും അവൈലബിൾ ആണ്. ഏത് കമ്പനിയാണ് നല്ലതെന്നല്ലോ? കമ്പനി ഒന്നുമില്ല, ക്യാമലിന്റെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ക്യാമലിന്റെ യൂസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഇതിന്റെ ത്രെഡ് അഞ്ജലി പൊതുവെ ബ്ലാക്ക് കളറാണോ ഉപയോഗിക്കുന്നത്? ബ്ലാക്ക്, അതെ. നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതലും കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഇത് വരുമ്പോഴേ ഗോൾഡൻ ത്രെഡ് യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രമേ യൂസ് ചെയ്യാം. ഇതൊക്കെ യുണീക്ക് പീസസ് ആണ്. അതെ 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 അതെ, ഇതൊക്കെ റെഡ് ഗ്രീൻ. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതിൻ്റെയും കൂടെ നമുക്ക് ചേരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഹെവി സെറ്റ്സിൽ പെടുന്ന മാലകളാണ്. ഇത് നമ്മൾ, അതായത് ഇത് ട്രഡീഷണൽ പതക്കം എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. നമുക്കെല്ലാം പേര് നമ്മൾ തന്നെ ഇടുന്നതാണ് പതക്കം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം ഇട്ടാൽ മതി. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഭംഗിയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു സെറ്റ് സാരിയുടെ കൂടെയോ, പിന്നെ വേറൊരു കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും അഡ്വൈസ് ചെയ്യുന്നത്, നമ്മുടെ സാരി ഗോഡി ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഗോഡി ആയിട്ടുള്ള ഒരു പീസിന് പോവരുത്. സാരി ഗോഡി ഇപ്പൊ സിമ്പിൾ ഒരു സാരിക്ക് ഇതുപോലത്തെ ഒരു ഓർണമെന്റ്സ് കോംപ്ലിമെന്റ് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. ഇതാണ് ആ പീസ്. ഗ്രീൻ ഗോൾഡൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഈ ഗോൾഡ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സാക്ട് ഗോൾഡ് അല്ല. ഇത് നമ്മുടെ വിഗ്രഹങ്ങൾ ബ്രാസിന്റെ കളറിലാണ്. ഇതൊക്കെ ഞാൻ മിക്സ് ചെയ്യുന്ന കളേഴ്സ് ആണ്. എന്നോട് കുറെ പേര് ചോദിക്കും, ഇൻഫാക്ട് എന്നോട് 2-3 പേര് വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഇത് അഞ്ജലി മേടിക്കുന്ന ഗോൾഡ് തരുമോ, ഞങ്ങൾ പേ ചെയ്യാമെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്ന പേ ഇതാണ്. അഞ്ജലി, അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്റ്റഡിനെ കുറിച്ചാണ്. അതിന് മുന്നേ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? അഞ്ജലിയോട് സംസാരിച്ചോളൂ. ഹായ് നാദിയ. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പഠിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ മാം എന്തോ ഒരു ഓയിൽ മിക്സ് ചെയ്യുന്ന പറഞ്ഞത് എന്താ? അത് ഞാൻ അത് നിങ്ങൾ ചോദിച്ചാൽ മതി. കടയിൽ സ്റ്റേഷനറി ചെന്നിട്ട് ചോദിക്കുക. ഓക്കെ, ഇന്ന പോലെ ക്യാൻവാസിൽ യൂസ് ചെയ്യുന്ന ക്യാൻവാസിന് പോളിഷ് ചെയ്യാൻ കൊടുക്കുന്നത് പോളിഷ് എന്താന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അവരൊരു ക്യാമലിന്റെ നമ്മുടെ മഷിക്കുപ്പി ഇല്ലേ, ക്യാമലിന്റെ പണ്ടത്തെ ആ അത് തന്നെ, ആ മഷിക്കുപ്പിക്കകത്ത് ഒരു ഓയിലുണ്ട്. അത് മേടിച്ചാൽ മതി. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതെ, അത് മാം പെയിന്റിങ് കഴിഞ്ഞ് പുറമെ അടിക്കാറാ? അതെ അതെ, എല്ലാം പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് തേക്ക് അടിക്കുക. അല്ല മാം, പെയിന്റ് നല്ല പിന്നെ കട്ടിയായി കഴിഞ്ഞാൽ എന്ത് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാ ലൂസാക്ക്? എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ക്ലേ ഉണങ്ങി കഴിഞ്ഞിട്ടാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല പെയിന്റ് നല്ല തിക്നെസ് ആവുമ്പോ അത് ലൂസ് ചെയ്യാൻ എന്താ മാം മിക്സ് ചെയ്യാ? എന്തിന്റെ ബൈൻഡ് ആണ് നാദിയ ഉദ്ദേശിക്കുന്നത്? തന്നെ ക്ലേയുടെ ആണോ? അക്രിലിക്കിന്റെ പെയിന്റ് നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യല്ലോ പെയിന്റ് ചെയ്യാൻ. പെയിന്റിന്റെ ഓക്കെ. എനിക്ക് ബൈൻഡിങ് എനിക്ക് മനസ്സിലാവുന്നില്ല നാദിയ. എന്റെ പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോൾഡ് ചെയ്യുക, ഉണങ്ങി കഴിഞ്ഞിട്ട് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് കളർ ചെയ്യുക, കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓയിൽ പേസ് ഈ പോളിഷ് തേക്കുക. അത്രേ ഉള്ളൂ എന്റെ പ്രോസസ്സ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബൈൻഡിങ് എനിക്ക് അത്ര ഒരു അതന്നെ. അപ്പൊ കളർ ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കളർ പിന്നെ കുപ്പിയിൽ നല്ല ബ്ലാക്ക് ഒക്കെ നല്ല തിക്നെസ് ആയിരിക്കുമല്ലോ. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുക. വെള്ളം ഞാൻ ഒഴിക്കാറ്. അപ്പൊ വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് അറിയാൻ. അല്ല, അതാ പറഞ്ഞ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചൊഴിക്കണം. ഒത്തിരി ഒഴിക്കരുത്. 1-2 ഡ്രോപ്പ് വീതം ഒഴിച്ച് നമ്മളത് കലക്കി എടുക്കുക. അതനുസരിച്ച് അതിന്റെ ബൈൻഡിങ് കുറച്ച് കുറയ്ക്കുക. അത്രേ ചെയ്യാവുള്ളൂ, കൂടുതൽ കുറയ്ക്കരുത്. പിന്നെ മാം മാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ എന്ത് ത്രെഡാ യൂസ് ചെയ്യാറ്? ഞാൻ എല്ലാം അക്രിലിക്. എന്റെ ഇപ്പൊ റെഡ് ഇതാണ്, ക്യാമലിന്റെ റെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പല ഷെയ്ഡ്സും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു റെഡ് വെച്ചിട്ട് ഞാനൊരു 12 ഷെയ്ഡ്സ് ഉണ്ടാക്കും റെഡിന്റെ. ഓക്കെ നദിയ, താങ്ക് യു.
അപ്പം അഞ്ജലി നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? കഴിഞ്ഞോ? ഓക്കെ, ഞാൻ ചോദിക്കായിരുന്നു സ്റ്റഡ്സ് ഉണ്ടാക്കാറുണ്ടോ? ഇതിന്റെ പുറകിലുള്ള എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? ഇത് പുറകില് ഇപ്പൊ നമ്മുടെ ഇഷ്ടം പോലെ ജ്വല്ലറി ഗ്ലൂസ് അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് ജ്വല്ലറി ഗ്ലൂസിനെക്കാട്ടിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഈ സാധാരണ സൂപ്പർ ഗ്ലൂ തന്നെ യൂസ് ചെയ്തിട്ട്, ഫെവിക്വിക്കോ സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്താണേലും യൂസ് ചെയ്താലും. കാരണം ഇതിപ്പം ഇതിന്റെ സ്റ്റഡ് ഉണ്ട് നമ്മുടെ കയ്യില്, ഇതിന്റെ ഇപ്പൊ സ്റ്റഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇതും ഗ്ലൂ വെച്ചിട്ടാണോ അഞ്ജലി ഫിക്സ് ചെയ്തിരിക്കുന്നത്? എല്ലാം ഗ്ലൂ വെച്ചിട്ടാണ്. അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് ആർക്കെങ്കിലും എന്റെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഇത് പൊട്ടിപ്പോയി എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറയും പാനിക് ആകരുത്. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത് വെച്ചിട്ട് അത് ഒട്ടിച്ചാൽ മാത്രം മതി. കാരണം ഇതിപ്പോ ഇതിങ്ങനെ നമ്മളൊരു ലൈറ്റ് ആയിട്ട് കൊടുക്കുക. പക്ഷെ ഒന്നും കൂടുതലാവരുത്. കൂടുതലായി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക. ഇത്രേ ഉള്ളൂ. ഇത് കുറച്ചു നേരം അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഉണങ്ങിക്കോളും. ശരി, അടുത്തൊരു കോളർ ഉണ്ട് അഞ്ജലി. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് സീന എന്നാണ്. സീന, എവിടുന്നാ വിളിക്കുന്നത് സീന? ഞാൻ അജ്മാനെന്നാ സംസാരിക്കുന്നത്. സീന വിഷ്ണു. അഞ്ജലിയോട് സംസാരിച്ചോളൂ. സീന വിഷ്ണു. ഹലോ ഹലോ, ഉറക്കെ സംസാരിച്ചോളൂ സീന. ഹലോ, സീന വിഷ്ണു അല്ലേ? ഞാൻ സീന വിഷ്ണു ആണ്. പറയൂ പറയൂ സീന. ഹായ് അഞ്ജലി. ഹായ് ഹായ് ഹായ്. പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പോകുന്നുണ്ട്. നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം ഉണ്ട്. എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ആക്ച്വലി. അതൊക്കെ തീർന്നു ഇപ്പൊ അഞ്ജലി മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ കണ്ടിട്ട്. താങ്ക് യു സോ മച്ച് സീന. നന്നായിട്ട്. അതിലെ കളക്ഷൻസും വളരെ ബ്യൂട്ടിഫുൾ ആണ്. വളരെ യൂണീക്ക് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ഒരുപാട് നന്നായിട്ട് ചെയ്യും നമുക്കൊക്കെ. കാരണം ആക്ച്വലി എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മറ്റുള്ളവർ ചോദിച്ച് അഞ്ജലി അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നു. അപ്പൊ നേരിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം തോന്നി. അതാണ് ഞാൻ വിളിച്ചത്. താങ്ക് യു സോ മച്ച് സീന. താങ്ക് യു സോ മച്ച്. ശരി അഞ്ജലി, നന്നായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. അഞ്ജലി ഇവിടെ കൊണ്ടിരിക്കുന്ന കളക്ഷൻസിൽ പകുതി പോലും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ആക്ച്വലി സ്പീക്കിംഗ്. നമുക്ക് എന്നാലും പറ്റുന്നതൊക്കെ നമുക്ക് കാണിക്കാം. നമുക്ക് ഇനി ഹെവി സെറ്റ്സിലേക്ക് പോകാം. ഇതെല്ലാം ഹെവി സെറ്റ്സ്. ഇത് ഒരു വെറൈറ്റി പാറ്റേൺ ആണ്. കാരണം ഈ മാലയുടെ ലോക്കറ്റ് മാത്രമേ ടെറാക്കോട്ടേ ഉള്ളൂ. ഇതിന്റെ ബീഡ്സ്, കാരണം ഇതിന് ഞാൻ ടെറാക്കോട്ടയുടെ ബീഡ്സ് ഇട്ടപ്പോഴത്തേക്ക് ഈ ലോക്കറ്റിന്റെ ഭംഗി എടുത്തറിയുന്നില്ല. അത് കാരണം ഞാൻ ഇതിനെ സാധാരണ ബീഡ്സ് ഇട്ടാണ് ചെയ്യുക. പക്ഷേ നമ്മൾ അങ്ങനെ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ എന്തിട്ടാലും ഭംഗി ഉണ്ടാവുമെന്ന് നമ്മൾ തന്നെ ഒത്തിരി നോക്കണം. ഇത് വേറൊരു പാറ്റേൺ. ഇത് ഗോൾഡ് ആണ്. ഇതൊരു റെയർ ബ്ലൂ ആണ്. ഇതൊരു റെയർ ബ്ലൂ ആണ്. ഇത് പേൾ ബ്ലൂ ആണിത്. പേൾ ബ്ലൂ ആണിത്. ഇതിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്ന സെറ്റാണ് ഇത്. ഈ ആൻറ്റി ഗ്രൗണ്ട് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടത്. ഇതിന്റെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്രീന്, ഒന്ന് ബ്ലൂ, പിന്നെ ഇതിന്റെ ഒരു ഇത് ഒരു ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡർ ആണ്. ഇത് ഒരാൾ പറഞ്ഞു എനിക്ക് ചെറുത് മതി, ഞാൻ വലുത് യൂസ് ചെയ്യാറില്ല. ഇത്രയും നീളമാണോ ഉപയോഗിക്കുന്ന? അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ വേണം ചെയ്യും. ചിലർ ഡിമാൻഡ് ചെയ്യും എനിക്ക് അഡ്ജസ്റ്റബിൾ ത്രെഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ അഡ്ജസ്റ്റബിൾ ത്രെഡ് ഇട്ടാണ്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ത്രെഡ് ആണ്. അപ്പൊ അത് വിട്ട് നമുക്ക് എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ അഡ്ജസ്റ്റബിൾ ത്രെഡ് നമ്മൾ നാട്ടിൽ പറഞ്ഞ് ചെയ്യിക്കുന്ന ഒന്നാണ്. പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് അഡ്ജസ്റ്റബിൾ ത്രെഡ്. ഓക്കെ, അപ്പം അഞ്ജലി ഇന്ന് നമ്മളുടെ ഈ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പെട്ടെന്ന്. അതെ, ഇന്ന് വന്നതിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ടെറാക്കോട്ട ജ്വല്ലറി എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് അഞ്ജലി ഇവിടെ വന്ന പോലെ നിങ്ങൾക്കും ടാലൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ടാലൻസ് അത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ NTV ഈസ് ഗിവിംഗ് യു ദ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് യുവർ ടാലൻസ്. നിങ്ങൾ ചെയ്യേണ്ടത് info@ntvua.com ഒരു മെയിൽ അല്ലെങ്കിൽ 3939 ഒരു SMS അയക്കാം. നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടാലൻറ്റ് എന്നൊക്കെ വെച്ച് നിങ്ങളുടെ പേരും വെച്ചിട്ട് നമുക്ക് അയക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ ഞാൻ വീണ്ടും പുതിയൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. Until then, it's me, Sharon. You take care and bye-bye. Thank you.